പക്ഷേ അടിയന്തരാവസ്ഥ അധികാര ദുർവിനിയോഗം കേരളത്തിൽ നടന്നത് പോലീസ് മേഖലയിലാണെങ്കിലും അത് അടിയന്തരാവസ്ഥ ശേഷമാണ് രാജൻ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ സമ്മേളന ഭാരവാഹികൾ ദേവകാന്ത് ബറുവ പ്രസിഡന്റ് ഒപ്പിട്ട പ്രസ് പാസ് തന്നു. ഞാനങ്ങനെ മീഡിയ റൂമിൽ പോയി. അപ്പം ഞാൻ മീഡിയ റൂമിൽ പോകുമ്പോൾ എന്നോടൊപ്പം വരുന്നത് ഉമ്മൻചാണ്ടിയും സുധീരനുമാണ്. അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ ടി ആർ ഷണായും മാധവൻകുട്ടിയും രഘുനാഥനും ആന്റണിയുടെ മുറിയുണ്ട്. അപ്പോൾ ഡൽഹിയിലെ പല അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. ഇന്ദിരാഗാന്ധി വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ല. അത് സ്വദേശപരമായി തന്നെ അവർ ശ്രമിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. കാരണം ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിലൊന്നും അല്ലെങ്കിൽ പോലും ഈ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു തന്നെ ഏർപ്പാടാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശവും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും ആന്റണിയുടെ പ്രസംഗം ലോകമറിഞ്ഞത് എൻ്റെ ഈ റിപ്പോർട്ടിലൂടെയാണ്. ആന്റണിക്ക് കിട്ടിയ ഒരു മൈലേജ് അത് മുതലാണ് ദേശീയ തലത്തിൽ ആന്റണി ശ്രദ്ധിക്കപ്പെട്ടത്. നമസ്കാരം. ഇന്ന് ജൂൺ 25 അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തിൻ്റെ വാർഷിക ദിനമാണ് ഇന്ന്. അന്ന് അടിയന്തരാവസ്ഥ കാലത്ത് ഗോഹട്ടി AICC സമ്മേളനത്തിൽ AK ആൻ്റണിയുടെ ഒരു വിമർശനാത്മക പ്രസംഗം നടന്നിരുന്നു. ഈ പ്രസംഗം ഇന്ദിരാഗാന്ധിയുടെ മനം മാറ്റി എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഈ ഒരു സംഭവബഹുലമായ വിശേഷത്തെക്കുറിച്ച് കോൺഗ്രസ് നേതാവായ ചെറിയാൻ ഫിലിപ്പ് ഓർത്തെടുക്കുകയാണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അന്ന് ജയപ്രകാശ് നാരായണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനെക്കുറിച്ച് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. എങ്കിൽ പോലും കേരളത്തിൽ നടപ്പിലാക്കിയപ്പോൾ അത് നാവടക്കൂ പണിയെടുക്കൂ എന്നുള്ള മുദ്രാവാക്യവുമായി നടപ്പിലാക്കിയപ്പോൾ സമരങ്ങളുടെ കോലാഹലം ഇല്ലാതായി. സർക്കാർ ഓഫീസുകളിലെ ആളുകൾ വന്നു, തൊഴിലിടങ്ങളിൽ ആൾ കൃത്യമായി വന്നു. അപ്പോൾ കൃത്യനിഷ്ഠയും സമയനിഷ്ഠയും ഒക്കെ ഉണ്ടായപ്പോൾ ആദ്യത്തെ ദിവസങ്ങളിൽ അത് ഗുണകരമായിട്ടാണ് തോന്നിയത്. അതുകൊണ്ട് ആരും അതിൻ്റെ പ്രതിഷേധം ഉണ്ടായിരുന്നില്ല. പക്ഷേ അടിയന്തരാവസ്ഥ അധികാര ദുർവിനിയോഗം കേരളത്തിൽ നടന്നത് പോലീസ് മേഖലയിലാണെങ്കിലും അത് അടിയന്തരാവസ്ഥ ശേഷമാണ് രാജൻ സംഭവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത്. പക്ഷേ അതിനു മുൻപ് ഡൽഹിയിലെ തുർക്ക്മാൻ ഗേറ്റ് സംഭവം, അതുപോലെയുള്ള ഈ നിർബന്ധിത വഞ്ചങ്കരണം തുടങ്ങിയ ആളുകൾ ജനങ്ങളുടെ പ്രതിഷേധമുണ്ട് എന്നുള്ളത് വ്യാപകമായി കേട്ടിരുന്നു. പക്ഷേ എങ്കിലും പത്രങ്ങളിലെല്ലാം സെൻസർഷിപ്പ് നിയമമായൊന്നും പുറത്തു വരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ദില്ലിയിൽ AICC സമ്മേളനം നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ഗോഹട്ടിയിൽ AICC സമ്മേളനം നടക്കുന്നത്. ഞാൻ സമ്മേളനത്തിലെ ഒരു നോമിനേറ്റ് അംഗമായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഭീഷണ ദിനപത്രം തുടങ്ങിയ കാലഘട്ടമാണ്. ഇന്ദിരാഗാന്ധിയാണ് ആ പത്രം തുടങ്ങിയത്. സർക്കുലേഷൻ അടിസ്ഥാനത്തിൽ അന്ന് കേരളത്തിലെ 3ാമത്തെ പത്രമായിരുന്നു. അത്രയും സർക്കുലേഷൻ ഉണ്ടായിരുന്നു. കാരണം അടിയന്തരാവസ്ഥ ആയതുകൊണ്ടും കോൺഗ്രസിൻ്റെ ഒരു പ്രാമാണിത്യ കാലമായതുകൊണ്ടായിരിക്കാം അത്രയും സർക്കുലേഷൻ. അപ്പോൾ അതിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യണമെന്ന് എന്നോട് ഭീഷണത്തിൻ്റെ പത്രാധിപർ CP ശ്രീധരൻ ആവശ്യപ്പെട്ടു. അപ്പോൾ എനിക്കാണെങ്കിൽ പ്രസ് അക്രഡിറ്റേഷൻ ഇല്ല. അവിടുന്ന് കേരളത്തിൽ നിന്ന് TVR ഷണായി മനോരമ, BK മാധവൻകുട്ടി മാതൃഭൂമി, N രഘുനാഥൻ കേരളകൗമുദി എന്നിവർക്ക് മാത്രമേ അക്രഡിറ്റേഷൻ ഉള്ളൂ. പക്ഷേ ഞാൻ സമ്മേളന പ്രതിനിധിയായിട്ട് എനിക്ക് പങ്കെടുക്കാം. പക്ഷേ റിപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫെസിലിറ്റീസ് കിട്ടണമെങ്കിൽ പ്രസ് പാസ് വേണം. പക്ഷേ സമ്മേളന ഭാരവാഹികൾ ദേവകാന്ത് ബറുവ പ്രസിഡന്റ് ഒപ്പിട്ട പ്രസ് പാസ് തന്നു. ഞാനങ്ങനെ മീഡിയ റൂമിൽ പോയി. അപ്പം ഞാൻ മീഡിയ റൂമിൽ പോകുമ്പോൾ എന്നോടൊപ്പം വരുന്നത് ഉമ്മൻചാണ്ടിയും സുധീരനുമാണ്. അന്ന് യഥാർത്ഥത്തിൽ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് AK ആൻ്റെ മുറിയിൽ AK ആൻ്റണി, ഉമ്മൻചാണ്ടി, സുധീരൻ, ഞങ്ങൾ 4 പേരാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സമ്മേളനം നടക്കുന്ന സമയത്ത് ഈ TR ഷണായും മാധവൻകുട്ടിയും രഘുനാഥനും ആന്റണിയുടെ മുറി വന്നു. അപ്പോൾ ഡൽഹിയിലെ പല അതിക്രമങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പൂച്ചയ്ക്ക് ആര് മണികെട്ടും എന്നുള്ളതായിരുന്നു അവിടുത്തെ പ്രശ്നം. അപ്പോൾ ആന്റണിയോട് ഇത് പ്രസംഗിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ സമ്മേളന വേദിയിൽ പ്രസംഗിക്കുന്നത് കുഴപ്പമില്ല, കാരണം ഒരു ആഭ്യന്തര കാര്യമല്ലേ. ആ സമ്മേളനം പ്രസംഗിക്കാൻ ആന്റണി തീരുമാനിച്ചു. ആന്റണിയെ പ്രസംഗത്തിൽ വിളിച്ചപ്പോൾ ആന്റണി വളരെ ഭംഗിയായി പ്രകോപനമല്ലാതെ കാര്യങ്ങൾ പറഞ്ഞു. ദർ ഈസ് സംതിങ് റോങ് സംവെയർ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അടിയന്തരാവസ്ഥ നടക്കുന്ന അതിക്രമങ്ങൾ പലതും കോൺഗ്രസിന് ദോഷകരമാകുന്നു, തെരഞ്ഞെടുപ്പ് നടത്താതെ അനിശ്ചിതമായി നീട്ടിക്കൊണ്ടുപോകുന്നത് നല്ലതല്ല എന്നുള്ള തരത്തിൽ ആന്റണി പറഞ്ഞു. മാത്രമല്ല പിൻവലിക്കണം, തെരഞ്ഞെടുപ്പ് നടത്തണം, അത് മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പാരങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പറയുമ്പോൾ ഇന്ദിരാഗാന്ധി വളരെ ശ്രദ്ധാപൂർവ്വം ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ മുഖത്ത് അങ്ങനെ വലിയ വ്യത്യാസമൊന്നുമില്ലായിരുന്നു. അത് സ്വദേശപരമായി തന്നെ അവർ ശ്രമിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എല്ലാ പ്രസംഗം കഴിഞ്ഞ ശേഷവും അനുകൂലിച്ചും പറഞ്ഞില്ല, പ്രതികൂലിച്ചും പറഞ്ഞില്ല. പക്ഷേ ആന്റണി ആ പ്രസംഗം കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ സമ്മേളന പ്രതിനിധികൾ പലരും വന്ന് ആന്റണിയെ കെട്ടിപ്പിടിച്ചു. ബഹുഗുണ നന്ദിനി സത്പതി എന്നിവരുടെ മുഖ്യമന്ത്രി സ്ഥാനം ഏറെക്കുറെ തെറിക്കുമെന്ന് ഉറപ്പായ സന്ദർഭമാണ്.
അതോടൊപ്പം തന്നെ തുളസീദാസപ്പ കർണാടകത്തിലുള്ള പ്രതിയാണ്, അദ്ദേഹം വന്ന് ആന്റണിയെ കെട്ടിപ്പിടിച്ചു, പ്രീതിദാസ് മുൻഷി. അപ്പോൾ ആ രംഗമെല്ലാം ഞാൻ സാക്ഷിയാണ്. അപ്പോൾ ഞാൻ സമ്മേളനത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലല്ലാതെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രസ് റൂമിൽ ചെന്നപ്പോൾ അവിടെ ഗൈഡ് ലൈൻസ് എഴുതി വെച്ചിരിക്കുന്നു. കാരണം ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിലൊന്നും അല്ലെങ്കിൽ പോലും ഈ അക്ഷരങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു തരം ഏർപ്പാടാണ്. അടിയന്തരാവസ്ഥയെക്കുറിച്ചുള്ള പരാമർശവും പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ റിപ്പോർട്ട് ചെയ്യും? അപ്പോൾ എന്തും വരട്ടെ എന്ന ഇക്കാര്യത്തിൽ ഞാനങ്ങ് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ മറ്റുള്ളവർ റിപ്പോർട്ട് ചെയ്തില്ല. ശരി, ഞാനിത് രണ്ടും കൽപ്പിച്ചങ്ങ് റിപ്പോർട്ട് ചെയ്തു. ടെലിപ്രിൻ്ററിൽ കൊച്ചിയിലേക്ക് അയച്ചു. അപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം ഗൈഡൻസ് പ്രശ്നമുണ്ട്. എന്തായാലും ഇത് പ്രസിദ്ധീകരിക്കണമെന്നുള്ള വാശിയിലായി ഞങ്ങൾ. അപ്പോൾ ഉമ്മൻചാണ്ടിയും സുധീരനും കൂടി, ആൻ്റണി ആ മുറിയിൽ തന്നെ ഇരുന്നു കൂടി, ബ്രഹ്മപുത്ര നദീതീരത്ത് മലയാളിയായ ഒരു ബെറുവയുണ്ട്, പ്രഭാകർ ബെറുവ. പ്രഭാകരൻ നായർ ബെറുവയായതാണ്. അദ്ദേഹം വലിയ കോടീശ്വരനാണ്, ഒരു ഹോട്ടൽ ഉടമയാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് അവിടുന്ന് ലൈറ്റനിങ് കോളി വിളിച്ച് CP ശ്രീധരൻ പറഞ്ഞു ഇങ്ങനെ ആൻ്റണിയുടെ പ്രസംഗം കൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യണം. CP ശ്രീധരൻ ആവേശഭരിതനായി. അദ്ദേഹം അത് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം പത്രത്തിൽ ആൻ്റണിയുടെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ ആൻ്റണിയുടെ താക്കീത്, ചെറിയ ഫിലിപ്പ് എന്ന ബൈലൈൻ വന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് അത് വലിയ സംഭവമായി. കാരണം പ്രമുഖ ആളുകൾ മുഴുവൻ ഇത് ആൻ്റണി ധൈര്യം കാണിച്ചു. മറ്റു പത്രങ്ങളൊന്നും ആൻ്റണി പ്രസംഗിച്ചു എന്നല്ലാതെ എൻ്റെ വിശദാംശങ്ങൾ കൊടുത്തില്ല. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സെൻസർ ഗൈഡ് ലൈൻസിനെതിരാണ് എന്നുള്ളത് കൊണ്ട് എന്നെ എപ്പോഴും അറസ്റ്റ് ചെയ്യാമെന്നുള്ള കുറ്റമാണ് ഇത് ചെയ്തതെന്നുള്ളവരും എന്നോട് അന്ന് കേന്ദ്രമന്ത്രിയായ AC ജോർജ് പറഞ്ഞു. പക്ഷേ അവിടെ നോക്കിയൊന്നും സംഭവിച്ചില്ല. തിരിച്ച് ഞാൻ കേരളത്തിൽ വന്നപ്പം കേരളത്തിലെ അന്നത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയുടെ മേധാവികൾ എൻ്റെ വീട്ടിൽ വന്നു. എന്താണ് ഈ പ്രസംഗത്തിൽ റിപ്പോർട്ട് ചെയ്ത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിലെ ചീഫ് സെൻസർ ഭീഷണി റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ചുള്ള അന്വേഷണമാണ്. അദ്ദേഹം വിശദീകരണം തേടി. ആ സമയത്ത് ഈ കാര്യം ഞാൻ കർണാടകനോട് ആഭ്യന്തരം പറഞ്ഞപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ ആ കേസെടുക്കാനോ ഒന്നും തയ്യാറായില്ല. പക്ഷേ എങ്കിൽ പോലും ആൻ്റണിയുടെ പ്രസംഗം ലോകമറിഞ്ഞത് എൻ്റെ ഈ റിപ്പോർട്ടിലൂടെയാണ്. ഞാൻ തിരിച്ച് കേരളത്തിൽ വന്നപ്പോൾ EMS എന്നെ വിളിച്ചു. എൻ്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചു എന്ന് പറഞ്ഞു. അതിനോട് ധൈര്യം കാണിച്ചതിൽ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. ആൻ്റണിയോടും ഇത് പറഞ്ഞേക്ക്, ആൻ്റണിയുടെ അഭിപ്രായമാണ് കോൺഗ്രസ്സിലുള്ളതെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ ദിവസം കഴിഞ്ഞപ്പോൾ AKG നമ്മുടെ MLOസിലുണ്ടായിരുന്നു, അസുഖബാധിതനായിട്ടുണ്ടായിരുന്നു. AKG കണ്ടപ്പോൾ അദ്ദേഹവും ഈ റിപ്പോർട്ടിനെ കുറിച്ച് ആൻ്റണിയോട് തൻ്റെ ആഭിമുഖ്യം പറയാൻ പറഞ്ഞു. അത് ആൻ്റണിയോട് തന്നെ നേരിട്ട് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ കേരളത്തിൽ അടിയന്തരാവസ്ഥ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ്സിലെ ആൻ്റണി വിഭാഗം ചെയ്യുന്ന ആളുകൾ അടിയന്തരാവസ്ഥയ്ക്കെതിരാണ്, അടിയന്തരാവസ്ഥ പ്രഖ്യാപനത്തെ അല്ല ഞങ്ങൾ എതിർത്തത്, അതിലെ കുഴപ്പങ്ങൾക്ക് എതിരാണെന്നുള്ളൊരു ചിന്താഗതി പടർന്നിരുന്നു. അത് പിന്നീട് AK ആൻ്റണി ഗുണകരമായി. അദ്ദേഹം ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധേയനായി. അടിയന്തരാവസ്ഥ പിൻവലിച്ച ശേഷം എല്ലാ പുസ്തകങ്ങളിലും ഖുഷ്വന്ത് സിംഗിൻ്റെ ജഡ്ജ്മെൻ്റ് എന്ന പുസ്തകത്തിൽ ദ ഓൺലി ഡിനോട്ട് ഇൻ AICC സെഷൻ ഈസ് ആൻ്റണി എന്നൊക്കെ പറഞ്ഞിട്ട് ആൻ്റണിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഇതുണ്ട്. ചില ലേഖനങ്ങളിലും പ്രശ്നങ്ങളൊക്കെ ഞാൻ റിപ്പോർട്ട് ചെയ്തതിനെക്കുറിച്ചും അന്ന് തന്നെ പരാമർശിക്കപ്പെട്ടിരുന്നു. പക്ഷേ ആൻ്റണിക്ക് കിട്ടിയ ഒരു മൈലേജ് അത് മുതലാണ് ദേശീയ തലത്തിൽ ആൻ്റണി ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങി. അങ്ങനെ അടിയന്തരാവസ്ഥ കാലത്ത് ഇങ്ങനെ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യാൻ കഴിഞ്ഞത് എന്നെ സംബന്ധിച്ചോളം ജീവിതത്തിലെ ഏറ്റവും അഭിമാനപരമായ ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കൊണ്ട് 50 വർഷം കഴിഞ്ഞപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ജയിലറയിലേക്ക് പോകേണ്ടി വരുമെന്ന് ഭയപ്പെടാതെ തന്നെ അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് പത്രമാരണ നിയമം എന്ന് പറയുന്ന നിയമം ലംഘിച്ചുകൊണ്ട് കേരളത്തിലേക്ക് അയച്ച ഒരാളെന്ന നിലയിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചരിത്രത്തിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞതിലൊരു അഭിമാനമുണ്ട്. കാരണം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങളിലെല്ലാം അത് പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ ഗവർണർ ശ്രീധരൻപിള്ള അടിയന്തരാവസ്ഥയെക്കുറിച്ച് എഴുതിയ പുസ്തകത്തിൽ എന്നെക്കുറിച്ചും ആൻ്റണിയെക്കുറിച്ചും പരാമർശിച്ചിട്ടുണ്ട്. അതൊരു വലിയ സംഭവമാണ്. അല്ല, സാധാരണഗതിയിൽ അന്ന് അടിയന്തരാവസ്ഥയിലെ സെൻസർഷിപ്പ് നിയമങ്ങൾ ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ജയിലിൽ പോകേണ്ട കുറ്റം തന്നെയാണ്. കാരണം അത് ആ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയാണ്. പക്ഷേ ഭാഗ്യവശാൽ എന്നെ ജയിലിലാക്കിയില്ല. എങ്കിൽ പോലും ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയും ധൈര്യം എനിക്കുണ്ടായിരുന്നോ എന്നോ ഞാൻ ഓർത്ത് അഭിമാനം കൊള്ളുന്നതിനൊപ്പം തന്നെ ജയിലിൽ കിടക്കേണ്ടി വന്നാൽ എന്തായിരുന്നു സ്ഥിതി എന്ന് ഓർക്കാറുമുണ്ട്. അത് ഈ ധൈര്യം കാണിച്ചെങ്കിലും സെൻസർഷിപ്പ് നിയമത്തെക്കുറിച്ചും ഇത് ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തെക്കുറിച്ചൊന്നും ആർക്കും വലിയ വിവരമില്ല. കാരണം ആൻ്റണിയുടെ അടുത്ത ആളാണ്, കരുണാകരൻ്റെ അടുത്ത ആളാണ്. അതുകൊണ്ട് എനിക്കൊരു ദോഷവും വരില്ല എന്നുള്ളത് കൊണ്ട് അത് വലിയൊരു പ്രശ്നമായി കണ്ടില്ല. പക്ഷേ പിന്നീട് അതിനെക്കുറിച്ചുള്ള അടിയന്തരാവസ്ഥയിൽ നടന്ന അതിക്രമങ്ങളെക്കുറിച്ചും ഇതുപോലെ തന്നെ സെൻസർഷിപ്പ് ലംഘിച്ച പത്രലേഖനം പിടിച്ച് ജയിലിട്ട പല കഥകളും വന്നപ്പോഴാണ് ഞാനും ജയിലിൽ കിടക്കേണ്ട ആളായിരുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ അത് സംബന്ധിച്ച് ചില കോൺഗ്രസ് നേതാക്കന്മാർ വേണ്ടിയിരുന്നില്ല എന്നോട് പറഞ്ഞു.
അതേസമയം ഇത് ഒരു വലിയ വിപ്ലവമായി കണ്ടവരുമുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലുള്ള പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കന്മാരുണ്ടായത്. പക്ഷേ CPM നേതാക്കന്മാർ ഭീഷണം പത്രം കണ്ട ആളുകൾ മുഴുവൻ, പ്രത്യേകിച്ചും EMS AKG മുടങ്ങിയ നേതാക്കന്മാർ മുഴുവൻ അതിൽ തന്നെ പിൽക്കാലത്തും പ്രകീർത്തിക്കുകയുണ്ടായത്. അപ്പോൾ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഞാനെടുത്ത റിപ്പോർട്ടിങ്ങിനെ കുറിച്ച് തന്നെയാണ് എനിക്ക് ഇടതുപക്ഷ വേദികളിലും പിന്നീട് മറ്റു വേദികളിലുമൊക്കെ വലിയ പ്രാമുഖ്യം നേടിത്തന്നത്. ശ്രീ ആൻ്റണി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതിപാദിച്ചിരുന്നോ താങ്കളോട്? AK ആൻ്റണി പ്രസംഗിക്കാൻ പോകുന്നുവെന്ന് പറഞ്ഞു. അപ്പം അത് ഈഷത്തിൽ റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളത് ഞങ്ങളുടെ പൊതു തീരുമാനമാണ്. ആൻ്റണി മാത്രമല്ല, ആൻ്റണി, ഉമ്മൻചാണ്ടി, സുധീരനും ഞങ്ങളുമെല്ലാം എടുത്ത തീരുമാനമാണ്. അത് റിപ്പോർട്ട് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരുന്നു. ഭീഷണപത്രത്തിൻ്റെ ചെയർമാൻ ആൻ്റണിയാണ്. അപ്പോൾ അതുകൊണ്ട് ആൻ്റണി അതിനെ സംബന്ധിച്ചുള്ള എന്ത് ഭവിഷ്യത്തും നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ്. കാരണം ആൻ്റണി അന്ന് അവിവാഹിതനാണ്. ആൻ്റണിക്ക് എങ്ങനെ കെട്ടുപാടുകളൊന്നുമില്ല. എങ്ങനെ വന്നാലും നേരിടാൻ അത് പ്രസംഗിച്ചപ്പോൾ തന്നെ ആൻ്റണിയുടെ KPC പ്രസിഡന്റ് സ്ഥാനം പോകുമെന്ന് എല്ലാവരും കരുതി. പുറത്തിറങ്ങി വന്നപ്പോൾ തന്നെ ശുഭതരായ ചില നേതാക്കന്മാരുമുണ്ട്. കാരണം ആൻ്റണി എന്തിനാണ് ഇതിന് പോയത് എന്ന് കരുതിയവരുണ്ട്. പക്ഷേ ആൻ്റണി ഒരു മനസാക്ഷിയുടെ വിളിയനുസരിച്ചാണത് ചെയ്തത്. ഞങ്ങളത് അതിനോട് യോജിക്കുകയും ചെയ്തു. പക്ഷേ പിൽക്കാലത്ത് അതിന് ആൻ്റണിക്ക് ഒരു വലിയ വില കിട്ടി. അതായത് 77-ൽ കരുണാകരൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് മാറിയപ്പോൾ അടിയന്തരാവസ്ഥയിലെ അതിക്രമങ്ങളെ സ്വദേശപരമായി തുറന്നു കാട്ടിയ ഒരാളെന്ന നിലയിൽ അന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ ആൻ്റണിയുടെ ഇമേജ് വർദ്ധിച്ചു. മാത്രമല്ല, കേരളത്തിൽ കരുണാകരന് പകരം ആര് എന്ന് വന്നപ്പം M.M. ഗോവിന്ദൻ പറഞ്ഞു ഈ വിജയത്തിന് കാരണം ആൻ്റണിയാണ്, വടക്കൻ കാറ്റ് തടഞ്ഞു നിർത്തിയ ഇന്ത്യനാണ് ആൻ്റണി എന്ന് പറയുകയുണ്ടായി. അപ്പം ആൻ്റണിക്ക് അന്നത്തെ സാഹചര്യത്തിൽ ലഭിച്ച ഒരു വലിയ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ രംഗത്തെ ഔന്നത്യത്തിൻ്റെ ഒരു കാരണം ഈ ഗോഹട്ടി പ്രസംഗമാണെന്ന് പറയുന്നതിൽ തെറ്റില്ല. എന്തായാലും AK ആൻ്റണിയുടെ ഈ ഒരു പ്രസംഗം ഇന്ദിരാഗാന്ധിയുടെ മനം മാറ്റത്തിനും അതുകൂടാതെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുവാനും അടിയന്തരാവസ്ഥ പിൻവലിക്കാനും കാരണമായി എന്നാണ് ചെറിയാൻ ഫിലിപ്പ് പറഞ്ഞു വയ്ക്കുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.